മുട്ടിന്റെ പിന്നിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടോ, കട്ടിയുണ്ടോ? വർഷങ്ങളായിട്ടുണ്ട്. ചിലപ്പോൾ വേദനിക്കും, ചിലപ്പോൾ വേദനിക്കത്തില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം വീക്കം വരും. കാൽമുട്ട് മടക്കുമ്പോൾ വേദനിക്കും, നടക്കുമ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ തോന്നും. പലരും അത് ശ്രദ്ധിക്കാറില്ല. അത് കൊഴുപ്പിന്റെ ഒരു സ്വെല്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നമാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും അങ്ങ് ജീവിച്ചു പോകാറുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാർ ഇതിനെ പറയുന്നത് വെരിക്കോസ് വെയിൻ ആണ് എന്നുള്ള രീതിയിലാണ് പറയുക. അവിടെയാണ് ഒരു വലിയൊരു തിരുത്ത് നമ്മൾ നടത്തുന്നത്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ്. ഇതെന്താണ്, എന്തുകൊണ്ട് ഇത് വരുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്, എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ മുട്ട് ഒരു സിമ്പിൾ ഹിഞ്ച് അല്ല, അതൊരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. മുട്ടിനുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ആണ് തമ്മിൽ ഉരസാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ഈ ഫ്ലൂയിഡിന്റെ ജോലി എന്ന് പറയുന്നത് ശരിക്ക് ആ ജോയിന്റ് നല്ല സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കുക, ഷോക്ക് അബ്സോർബ് ചെയ്യുക. നമ്മുടെ ആ വെയിറ്റ് വരുമ്പോൾ ആ ഷോക്കിനെ അബ്സോർബ് ചെയ്യുക, ആ അവിടെ ഉണ്ടാകുന്ന കാർട്ടിലേജിനെ, അസ്ഥിനെ ഒക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മുടെ ജോയിന്റിന്റെ നാച്ചുറൽ ലൂബ്രിക്കന്റ് ആണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ ഫ്ലൂയിഡ് വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് മുട്ടിന്റെ തേയ്മാനം വരുമ്പോൾ, അതുപോലെ മെനിസ്കസ് ഇഞ്ചുറി വരുമ്പോൾ. ഈ മെനിസ്കസ് ഇഞ്ചുറിയെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതും ഈ തേയ്മാനമായിട്ട് ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് നല്ല പ്രഷർ, സ്ട്രെസ് ഒക്കെ കൂടുമ്പോൾ ഇതെല്ലാം ആ ജോയിന്റിനെ ഇറിറ്റേറ്റ് ചെയ്യും, ബുദ്ധിമുട്ടി. അപ്പൊ ബോഡി കൂടുതലായിട്ട് ആ ഒരു ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുകയും ആ ഒരു എക്സസ് ഫ്ലൂയിഡ് ചിലപ്പോൾ മുട്ടിന്റെ പിന്നിലേക്കുള്ള ഒരു ചെറിയ സ്പേസിലേക്ക് വരും. നമ്മൾ ഹെർണിയൊക്കെ കാണത്തില്ലേ, അതുപോലെ തന്നെ വരും. അത് അവിടെ നിന്നൊരു ചെറിയ ബലൂൺ പോലെ വീർക്കാൻ തുടങ്ങും. ഇതിനെയാണ് ശരിക്കും ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ബലൂണിൽ വെള്ളം നിറച്ചതായിട്ടൊന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക. പ്രഷർ കൂടുമ്പോൾ ആ ബലൂൺ വലുതാവും, പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായി അത് ചെറുതാവും. ബേക്കേഴ്സ് സിസ്റ്റം പലപ്പോഴും ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്, ഈ കണ്ടീഷൻ ഉള്ളവർക്ക് സാധാരണ ഒരു പുറകിൽ കട്ടിയുള്ളത് പോലെ തോന്നും. അതുപോലെ തന്നെ മുമ്പിലും ഇതുണ്ടാവാം. അപ്പം മുമ്പിലാണെങ്കിൽ പുറകിലാണെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. ടൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് അവർക്കുണ്ടാവും. പിന്നെ കാല് മടക്കാൻ സാധിക്കത്തില്ല, മുന്നോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ടേഷൻ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ടും ഡിസ്കംഫോർട്ടും പെയിനും ആയിരിക്കും. നല്ല പടികൾ കയറുമ്പോൾ പെയിൻ ഉണ്ടാവും, കുത്തിയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടും ടൈറ്റ്നസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് അവർ പറയുന്ന ലക്ഷണങ്ങൾ. ഇനി ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഇതൊരു വലിയ രോഗമായിട്ടോ പ്രശ്നമായിട്ടോ വരില്ല. പക്ഷെ ചില നേരത്ത് പെട്ടെന്ന് സഡൻ റൈസ് ആയിട്ട് പെയിൻ ട്രിഗർ ചെയ്യും എന്നതാണ് ഈ ഒരു ആൾക്കാർ പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതാണ് ശരിക്കും ബേക്കേഴ്സ് സിസ്റ്റിന്റെ ഒരു പ്രത്യേകത. കാരണം സിസ്റ്റിന്റെ സൈസും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും മാറിക്കൊണ്ടേയിരിക്കും. ജോയിന്റിൽ പ്രഷർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം സിംറ്റംസും കൂടും. പ്രഷർ കുറയുമ്പോൾ സിംറ്റംസും കുറയും. ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ കട്ടി തന്നെയാണ് രോഗമെന്നാണ് അവർ കരുതുക. പലപ്പോഴും ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു ലക്ഷണം മാത്രമാണ്, സിഗ്നൽ മാത്രമാണ്. അതായത് മുട്ടിന്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണം. അതായത് ഇപ്പം മെനിസ്കസിന്റെ ടിയർ ഉണ്ടാകാം, അതുപോലെ തന്നെ ജോയിന്റ്സിന്റെ ഡീജനറേഷൻ ഉണ്ടാവാം, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഇതൊക്കെയാണ് ശരിക്കും അതിന്റെ ഒരു ബേസിക്കലി അതിന്റെ റൂട്ട് കോസ് ആയിട്ട് വരിക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുട്ടിന്റെ പിന്നില് അല്ലെങ്കിൽ മുന്നില് സ്വെല്ലിംഗ്, നീർക്കെട്ട്, വീക്കം ഉണ്ടെങ്കിൽ, ആ വേദന കൂട്ടുന്നുണ്ടെങ്കിൽ, അതിന്റെ സൈസ് കൂടുന്നുണ്ടെങ്കിൽ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം എല്ലാ സ്വെല്ലിങ്ങും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടും ബേക്കേഴ്സ് സിസ്റ്റം ആവണമെന്നില്ല. അതിനെ നമ്മൾ വെരിക്കോസ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. ബേക്കേഴ്സ് സിസ്റ്റം ആയിരിക്കണമെന്ന് തീർച്ചയായുമില്ല. അപ്പൊ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് അവിടെ പ്രധാനമാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും ഇൻവെസ്റ്റിഗേഷൻ യൂസ്ഫുൾ ആവുന്നത്.
അൾട്രാസൗണ്ട് ആണ്. അപ്പൊ നമ്മളൊരു അൾട്രാസൗണ്ട് എടുക്കുന്നത് വഴി അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റ് ആണോ ഉള്ളത്, അതല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആണോ ഉള്ളത്, ഇതിന്റെ സൈസ് എത്രയാണ്, ജോയിന്റിനോട് എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാവുന്നുണ്ടോ, അതിനുശേഷം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ MRI പോലുള്ള എക്സാമിനേഷൻസ് നമുക്ക് ഇതിലേക്ക് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ആയുർവേദിക് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകളിൽ വളരെ കൂടുതലായിട്ടും വാതവും കഫവുമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. അതായത് ജോയിന്റിന്റെ ഡീജനറേഷൻ ഉണ്ടാവുക, അവിടെ ഫ്ലൂയിഡിന്റെ ഒരു അക്യുമുലേഷൻ ഉണ്ടാവുക, സ്വെല്ലിംഗ് ഉണ്ടാവുക, പെയിൻ ഉണ്ടാവുക, സ്റ്റിഫ്നെസ് ഉണ്ടാവുക, ഇതെല്ലാം ഒരുമിച്ച് കാണാം. ഇതെല്ലാം തന്നെ വാദത്തിന്റെയും കഫത്തിന്റെയും കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സ്വെല്ലിംഗ് മാത്രം അവിടെ നോക്കാതെ അണ്ടർലൈങ് ആയിട്ടുള്ള ജോയിന്റിന്റെ ഹെൽത്ത് കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകേണ്ടത്. ഈ വീഡിയോയിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുട്ടിന്റെ പിന്നിലെ ആ ഒരു സ്വെല്ലിങ് എപ്പോഴും അത് നിസ്സാരമല്ല. അതുപോലെ അത് കണ്ടാൽ നമ്മൾ ഒരുപാട് പാനിക്കായി പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യരുത്. കാരണം പലപ്പോഴും ബോഡിയുടെ ആദ്യത്തെ സിഗ്നലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ ആ സിഗ്നൽസിനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ മാത്രമാണ് ആ സിംറ്റംസ്. അത് കേൾക്കുക, മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ മുട്ടുവേദന, വീക്കം, സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ആണ് എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ മുട്ടിന്റെ ഈ ഒരു പിന്നില് സ്വെല്ലിംഗ് പോലുള്ള പ്രശ്നങ്ങളോ നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം തിരിച്ചറിവാണ്, അവയർനെസ് ആണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം.